നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അതിമനോഹരമായ വാസ്തുവിദ്യയ്ക്കും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ടതാണല്ലോ. അതുപോലെ പെരുമേറുന്ന ഒന്നാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇവിടെ നടക്കുന്ന അൽപ്പശി ഉത്സവം. ക്ഷേത്രത്തിലെ പ്രധാന വാർഷിക ഉത്സവങ്ങളിൽ ഒന്നാണ് അൽപ്പശി ഉത്സവം. ഉത്സവം കൊടിയേറാനുള്ള മുളയിടൽ ചടങ്ങിനുള്ള മണ്ണും വെള്ളവും പടിഞ്ഞാറേ നടയിലുള്ള മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ നിന്നാണ് എത്തിക്കുന്നതെന്ന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മണ്ണ് നീരുകോരൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ശേഷം കൊടിയേറ്റോടെ 10 ദിവസത്തെ ആറാട്ടുത്സവത്തിന് തുടക്കമാകും. അൽപ്പശി ഉത്സവത്തിന്റെ മുഖ്യ ആകർഷണം പത്മനാഭസ്വാമി, ശ്രീകൃഷ്ണൻ, നരസിംഹമൂർത്തി എന്നീ ദേവന്മാർ ഭംഗിയേറിയ വാഹനങ്ങളിൽ നടത്തുന്ന ശീവേലി ഘോഷയാത്രയാണ്. ക്ഷേത്രത്തിന്റെ ശീവേലിപുരയിലാണിത് നടക്കുന്നത്. പത്മനാഭസ്വാമി സിംഹാസന വാഹനം, അനന്തവാഹനം, കമലവാഹനം, പല്ലക്കുവാഹനം, ഗരുഡവാഹനം, ഇന്ദ്രവാഹനം എന്നിവയിൽ പ്രദക്ഷിണം നടത്തുന്നു. ശ്രീ പത്മനാഭന്റെ വാഹനങ്ങൾ സ്വർണത്തിൽ നിർമ്മിച്ചതും മറ്റുള്ളവ വെള്ളിയിലുമാണ്. അതിൽ പല്ലക്കും ഗരുഡവാഹനവും പ്രത്യേക പ്രാധാന്യമുള്ളവയാണ്. ഉത്സവത്തിന്റെ അവസാന ദിവസത്തെ പള്ളിവേട്ടയും ആറാട്ടും മനോഹരമായ കാഴ്ചയാണ്. ദേവന്മാർക്കുള്ള പുണ്യസ്നാനമായ ആറാട്ട് ചടങ്ങ് നടത്തുന്നത് ശംഖുമുഖം ബീച്ചിലാണ്. ക്ഷേത്രത്തിൽ നിന്ന് ശംഖുമുഖം വരെ അലങ്കരിച്ച ആനകളും കുതിരകളും സായുധ പോലീസ് നിരകളും മുന്നിൽ നിന്ന് നയിക്കുന്ന ഘോഷയാത്രയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ തലവൻ വാൾ കൈയിലേന്തി മുന്നോട്ട് നീങ്ങുന്നു. അൽപ്പശി പോലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൈങ്കുനി ഉത്സവത്തിലും ഇതേ ആചാരങ്ങളാണ് ആവർത്തിക്കുന്നത്. ശീവേലിക്കൊപ്പം ക്ഷേത്രത്തിലെ നാടകശാലയിലെ കഥകളി പ്രകടനങ്ങളും മറ്റും നമ്മെ ആകർഷിക്കുന്നവയാണ്. അതുല്യമായ സാംസ്കാരിക പാരമ്പര്യവും ഭക്തിയും ഒത്തുചേരുന്ന അൽപ്പശി ഉത്സവം തിരുവനന്തപുരത്തിന്റെ ആചാരങ്ങളും മഹിമയും പ്രതിഫലിപ്പിക്കുന്ന ആഘോഷമാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.